പിന്നെ എല്ലാ പത്രങ്ങളിലും തന്നെ പ്രധാനമായിട്ട് കൊടുത്തേക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വാർത്തയാണ്. പ്രിയങ്ക ഗാന്ധി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതെ, അപ്പോൾ അത് പ്രിയങ്ക ഗാന്ധിയുടെ ഡ്രസ്സിനെയൊക്കെ വർണ്ണിച്ചുകൊണ്ടുള്ള, വസ്ത്രത്തിനെയൊക്കെ വർണ്ണിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഫസ്റ്റ് പേജിൽ തന്നെ എല്ലാ പത്രങ്ങളിലും തന്നെ കൊടുത്തിരിക്കുന്നു. കസവെടുത്ത് ഭരണഘടന മുറുകെ പിടിച്ച് പ്രിയങ്ക. കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വദ്ര ഇനി കേരളത്തിൻ്റെ ഏക വനിതാ MP. വയനാട്ടിൽ നിന്നും 4 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച പ്രിയങ്ക ഇന്നലെ ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സത്യപ്രതിജ്ഞ, പ്രിയങ്ക ഗാന്ധിയുടെ ആ തെരഞ്ഞെടുപ്പ് സമയങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകത, ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക എന്നൊക്കെ ഉള്ളൊരു ഒരു ചർച്ചയുണ്ടായിരുന്നു. മിനിറ്റുകൾക്കകം സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയോടൊപ്പം അദാനി, മണിപ്പൂർ, സംബാൽ, വയനാടിന് പ്രത്യേക സഹായം തുടങ്ങിയ പ്രശ്നങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയിൽ നടത്തിയ പ്രതിഷേധത്തിന് പ്രിയങ്കയും സജീവമായി. അതായത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് ഈ വിഷയങ്ങളെല്ലാം. അപ്പോൾ അത് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി പ്രത്യേകം ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു വയനാട്ടിലെ ആ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമെത്തിയാൽ ഉടനെ വയനാടിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുമെന്നാണ് പ്രിയങ്ക ഗാന്ധി ഇന്നലെ തന്നെ പറഞ്ഞത്. പിന്നെ അദാനിയുടെ പ്രശ്നം, അദാനിക്കെതിരെ US കുറ്റം ചുമത്തുന്നു, അതും അന്വേഷിക്കാനായിട്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒപ്പം ഉണ്ട്. കസവുകരയുള്ള ഓഫ് വൈറ്റ് സാരി ഉടുത്ത് മലയാളി വേഷത്തിലാണ് പ്രിയങ്ക ലോക്സഭയിൽ എത്തിയത്. കേരളത്തിലേക്ക് ആയതുകൊണ്ട് കേരളത്തിൻ്റെതായ ഒരു വസ്ത്രശൈലി, ആ വസ്ത്രമെല്ലാം ആയിരുന്നു ഇന്നലെ പ്രിയങ്ക അണിഞ്ഞിരുന്നത്. ഭരണഘടനയുടെ ചുവപ്പ് ബൈൻഡിംഗ് ഉള്ള ചെറിയ കോപ്പി ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ചായിരുന്നു ദൃഢപ്രതിജ്ഞ. പിന്നാലെ മഹാരാഷ്ട്രയിലെ നന്ദേദ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസിലെ രവീന്ദ്ര വസന്തറാവു ചവാനും സത്യപ്രതിജ്ഞ ചെയ്ത് ലോക്സഭാംഗമായി. പ്രിയങ്ക കൂടി എത്തിയതോടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി നെഹ്റു ഗാന്ധി കുടുംബത്തിലെ 3 പേർ ഒരേ സമയം പാർലമെന്റിൽ അംഗങ്ങളായി. രാഹുൽ ഗാന്ധിയും ഒരു കുടുംബത്തിന്റെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. രാഹുലും പ്രിയങ്കയും ലോക്സഭയിലും അമ്മ സോണിയാഗാന്ധി രാജ്യസഭയിലും ഒരേ സമയം ഉണ്ടാകും. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്ക് വേണ്ടി റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അമേഠിയിലും പ്രചാരണം നടത്തിയതിന് 20 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രിയങ്കയുടെ പാർലമെന്റിലേക്കുള്ള കന്നിപ്രവേശനം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് കന്നിപ്രവേശനം എന്നൊക്കെയാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ 5ാം വർഷമാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലോട്ട് വരുന്നത്. അപ്പം ലോക്സഭ MP ആയ സ്പീക്കർ ഓം ബിർളയ്ക്ക് മുമ്പാകെ ഹിന്ദിയിലാണ് പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത്. സഹോദരൻ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിൻ്റെ ഇരിപ്പിടത്തിലുണ്ടായിരുന്നു. അതുപോലെ രാജ്യസഭ MP ആയ അമ്മ സോണിയാഗാന്ധി സന്ദർശക ഗാലറിയിലും ചടങ്ങുകൾ വീക്ഷിച്ചു. അപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്ര, മകൻ റൈഹാൻ ഇവരെല്ലാവരും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നെ ഹൈബീഡൻ MP ഭരണഘടന പ്രിയങ്കയ്ക്ക് കൈമാറി. പിന്നാലെ അദാനി വിഷയം അന്വേഷിക്കുമെന്ന് കോൺഗ്രസ് അംഗങ്ങളുടെ മുദ്രാവാക്യം തുടങ്ങി. പ്രിയങ്ക ഇവർക്കൊപ്പം ആദ്യ ദിനം തന്നെ പ്രതിഷേധത്തിൽ പങ്കാളിയായി. സോണിയയുടെ വീട്ടിൽ നിന്ന് കുടുംബസമേതം സത്യപ്രതിജ്ഞ ചെയ്തതായി പുറപ്പെടുമ്പോൾ പുഷ്പവൃത്തിയോടെയാണ് പ്രിയങ്കയെ പ്രവർത്തകർ വരവേറ്റത്. മുമ്പ് ഇന്ദിരാഗാന്ധിക്ക് കേരളാവേശം അണിഞ്ഞ പാർലമെന്റിൽ സെൻട്രൽ ഹാളിലെത്തിയിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രിയങ്കയെ ഖാർഗെ അനുഗ്രഹിച്ചു. അപ്പം പ്രിയങ്ക ഗാന്ധി ഇപ്പം വയനാടിൻ്റെ MP ആയിട്ട്, അതുമാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭ MP കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. അപ്പോൾ ആ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. പിന്നെ കന്നി തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഒരു വൻ വിജയം കൂടിയാണ് പ്രിയങ്ക ഗാന്ധി നേടിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം തന്നെ പ്രിയങ്ക ഗാന്ധി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രിയങ്ക ഗാന്ധി ഇനി വയനാടിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, പ്രിയങ്ക ഗാന്ധി പറയുന്നത് ജനങ്ങളുടെ ശബ്ദമായിരിക്കും ഇനി. അങ്ങനത്തെ ഒരു രീതി, അതായത് ജനങ്ങൾക്ക് എന്താണോ വേണ്ടത്, ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി ചെയ്യും എന്നുള്ള പോലെയാണ്. പാർലമെന്റിൽ ജനങ്ങളുടെ ശബ്ദമാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് കേരളത്തിന്റെ വയനാട് MP പ്രിയങ്ക ഗാന്ധി. നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന് നന്ദിയുണ്ട്. പ്രിയങ്കയ്ക്ക് അറിയാമായിരിക്കുമല്ലോ, പ്രിയങ്ക ഗാന്ധിക്ക് ഉറപ്പായിട്ടും അവരിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവരെ വിജയിപ്പിച്ചതെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ വിജയം നിങ്ങളുടെ വിജയമാണെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുവെന്ന് കാലക്രമേണ ഞാൻ ഉറപ്പാക്കും. അതായത് അവർ തിരഞ്ഞെടുത്തത് ഒരിക്കലും തെറ്റിയിട്ടില്ല എന്നുള്ളത് കാലക്രമേണ ഉറപ്പിക്കുക തന്നെയാണ് പ്രിയങ്ക പറയുന്നത്. നിങ്ങളെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മനസ്സിലാക്കുകയും
നിങ്ങൾക്കായി പോരാടുകയും ചെയ്യും. പാർലമെൻറ്റിൽ നിങ്ങളുടെ ശബ്ദമാകാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അവർക്ക് എന്താണോ ആവശ്യം, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് തന്നെയാണ്. പ്രിയങ്ക സമൂഹ മാധ്യമമായ എക്സിലെ കുറിച്ച് ഇത് പറഞ്ഞ കാര്യങ്ങളാണ്. ലോക്സഭയിൽ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അമ്മ സോണിയാഗാന്ധി, സഹോദരൻ രാഹുൽ, ഭർത്താവ് റോബർട്ട് വാദ്ര, മക്കളായ മിറായ, റൈഹാൻ തുടങ്ങിയവരും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും എത്തിയിരുന്നു. മുതിർന്ന മന്ത്രിമാരും നേതാക്കളും ഉൾപ്പെടെ ഭൂരിപക്ഷം എംപിമാരും സന്നിഹിതരായിരുന്നു. വയനാട്ടിൽ നിന്നുള്ള MLA-മാരായ സിദ്ദിഖ്, MP അനിൽകുമാർ, IC ബാലകൃഷ്ണൻ, KL പൗലോസ് എന്നിവരും UDF നേതാക്കളായ ND അപ്പച്ചൻ, KL പൗലോസ് തുടങ്ങിയവരും പ്രിയങ്കയെ അഭിനന്ദിക്കാൻ ഡൽഹിയിലെത്തിയിരുന്നു. അപ്പം പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് നോക്കാം വയനാടിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന്. അതെ.